Hello friends, welcome to my channel. 5th class പഠിക്കുന്ന നല്ല ഹാപ്പി ഡേ ആയിരിക്കും അല്ലേ. നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് ക്ലാസ്. ഈ ഒരു ക്ലാസ് പ്ലാന്റ്സിനെ കുറിച്ചുള്ളതാണ് അല്ലെ, സസ്യങ്ങളെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ ആണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ കുറച്ചധികം വർക്കുകൾ നമുക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ഇത്തിരി ലേറ്റ് ആയത് കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ കഴിഞ്ഞ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ വീണ്ടും ഈ വീഡിയോസ് കാത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ ആനക്കുട്ടന്റെ ഭക്ഷണം നമ്മൾ കിട്ടും അല്ലെ. നമ്മുടെ ഭക്ഷണത്തിൽ ഇന്ന് രാവിലെ ഇഡലിയും സാമ്പാറും കഴിച്ച ആരെങ്കിലും ഉണ്ടോ? ആരാരും കുഴപ്പമില്ല. അപ്പൊ സാമ്പാറിന്റെ ഒരു പ്രത്യേകത എന്താ? സാമ്പാറിൽ ഒരുപാട് കഷ്ണങ്ങൾ കിട്ടും അല്ലെ. അതുപോലെ നമ്മൾ അവിയൽ കഴിച്ചിട്ടുണ്ട്. അവിയലിൽ ഒരുപാട് പച്ചക്കറികളുണ്ട്. അപ്പോ നമ്മള് ഈ പച്ചക്കറികൾ ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് ഇതാ ഉരുളക്കിഴങ്ങ്, അതുപോലെ നമ്മളെ വെണ്ട, ലേഡീസ് ഫിംഗറും പൊട്ടറ്റോയും കാഴ്ചയ്ക്ക് തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട്. രണ്ടും സസ്യങ്ങളിൽ നിന്നും കിട്ടുന്നതാണ്, വ്യത്യസ്ത സസ്യങ്ങളിൽ നിന്നും കിട്ടുന്നതാണ്. രണ്ടിനെയും കാഴ്ചയിൽ തന്നെ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ഈ വ്യത്യാസത്തിന് കാരണം എന്തൊക്കെയാ ഒക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ കണ്ടുപിടിക്കാം. അപ്പൊ നല്ല അടിപൊളി സാമ്പാറിന്റെ പിക്ചറൊക്കെ ഉണ്ട്. നോക്കൂ, ഇവിടെ ഒരു പച്ചക്കറി കടയാണെന്ന് തോന്നുന്നു. ഒരുപാട് പച്ചക്കറികൾ. കാഴ്ചയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളല്ലേ നമുക്കറിയാം. ഒരു ചെടിക്ക് എന്തൊക്കെ ഉണ്ടാവും? ആ ചെടിയിൽ പൂവുണ്ടാവും, കായ ഉണ്ടാവും, ഇല ഉണ്ടാവും, അതുപോലെ സ്റ്റെമ്മ് തണ്ടുണ്ടാവും, റൂട്ട് വേരുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് എപ്പോഴും അറിയുന്ന ഇങ്ങനെ ഒരു ചെടി, ആ ചെടിയിൽ ഇതുപോലെ ഇല, തണ്ട്, കായ ഇതൊക്കെ ഇല, തണ്ട്, വേര്, അതൊക്കെ പൂവൊക്കെ ഉണ്ടാവും. അത് കൂടാതെ കായ ഉണ്ടാവും. ആ കായാണ് നമ്മൾ കഴിക്കുക. അങ്ങനെയാണോ? ആ കായ മാത്രമാണോ നമ്മൾ കഴിക്കുക? പല ചെടികളിലെയും കായ മാത്രമല്ല നമ്മൾ കഴിക്കുക. അതിലെ വേര് കഴിക്കും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷെ വേരല്ല നമ്മൾ കഴിക്കുന്നത്. ചില സസ്യങ്ങളിലെ വേരാണ് അതിലെ കായയായിട്ട് മാറുന്നത്. എക്സാമ്പിളിന് നമ്മുടെ മരച്ചീനിക്ക് പല പേരുകളുണ്ട്. മരച്ചീനി, കപ്പ, പൂള എന്നൊക്കെ പറയാം. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഏതാണെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇത് മൂന്നും പറയാറുണ്ട് എന്തായാലും. അപ്പൊ അതെന്ന് പറയുന്നത് അതിന്റെ വേരിലാണ് അതിന്റെ ആഹാരം സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിന്റെ വേര് കഴിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മുടെ മണ്ണിനടി കിടക്കുന്ന വേരെടുത്ത് കഴിക്കും എന്നല്ല. ഓക്കെ, അപ്പൊ പ്ലാന്റ് പാർട്സ് ഫോർ ഫുഡ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ലീഫ്, ഫ്ലവർ, ഫ്രൂട്ട്, റൂട്ട്, സ്റ്റെമ്മ്, സീഡ്. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് എഴുതേണ്ട നോട്ട് ഇതാണ്, പ്ലാന്റ് പാർട്സ് ഫോർ ഫുഡ്. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ എഴുതിയെടുത്തോളൂ. ഇനി മലയാളം മീഡിയം കുട്ടികൾക്ക് ആഹാരത്തിന് ഉപയോഗിക്കുന്ന സസ്യഭാഗങ്ങൾ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതിക്കോളൂ. ഇല, പൂവ്, കായ, കാണ്ഡം, വേരുകൾ, വിത്തുകൾ. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആദ്യം തന്നെ പാഠത്തിന്റെ പേര് എഴുതാനൊന്നും ആരും വിട്ടുപോകരുത്. പാഠത്തിന്റെ പേരൊക്കെ എഴുതിയിട്ടാണ് ഇത് എഴുതേണ്ടത്. ഓക്കെ, ഇനി നോക്കൂ. മിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലരുടെയൊക്കെ വീട്ടിലുണ്ടാവും. പുതിന, നല്ല നമ്മളെ മിന്റിന്റെ ഒക്കെ മിഠായികൾ, ഒരു വൈറ്റ് മിഠായികളൊക്കെ പലപ്പോഴും കിട്ടാറുണ്ട്. ഒരു പോളോനൊക്കെ ഒരു ടേസ്റ്റിൽ, ഒരു എരിവും അല്ല, ഒരു നല്ല കാറ്റൊക്കെ കിട്ടുന്ന പോലെ സെന്റർ ഫ്രൂട്ട് ഒക്കെ, അതിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് നമ്മുടെ മിന്റിന് ഉണ്ടാവുക. മിന്റ് എന്താണ്? ഇലയാണല്ലോ. അപ്പൊ ഇല നമ്മൾ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാബേജും ഒരു തരം ഇലയെന്നും പറയാം, പൂവെന്നും പറയാം. രണ്ട് രീതിയിലും അതിനെ പറയാറുണ്ട്. അതുപോലെ നോക്കൂ, ഇത് ചേനയാണ്. നമ്മൾ പറയാറുണ്ട് അല്ലെ, അടിപാറ, നടുവടി, മീതെ കുട. ആ കുട പോലെ നിൽക്കുന്നത് അതിന്റെ ഇലയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഒരൊറ്റ ഇല മാത്രമുള്ള ഒരു സസ്യം ആണ് എന്ത്? ചേന. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരുപാട് ഇലകൾ ഇല്ലേ എന്ന് നിങ്ങൾ പറയും. പക്ഷെ ഇതൊരൊറ്റ ഇലയാണ്. കണ്ടോ, അതിന്റെ ആ ഒരു തണ്ട് വന്നതല്ല, ആ തണ്ടിൽ നിന്നും ഒരൊറ്റ ഇല പടർന്നു നിൽക്കുന്ന ഒരൊറ്റ ഇലയാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. ഒരൊറ്റ ഇല മാത്രമുള്ള സസ്യമാണ് ചേന, എലിഫന്റ് ഫൂട്ടിയ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ഇതെന്താണ്? ഉരുളക്കിഴങ്ങാണ് അല്ലെ. ഉരുളക്കിഴങ്ങ് എവിടെയാ? മണ്ണിനടിയിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതാ ചേന, മഞ്ഞള്, ഇഞ്ചി, അങ്ങനെ ചേമ്പ്. അതുപോലെ നോക്കൂ, വാഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. വാഴയുടെ മിക്കവാറും എല്ലാം നമ്മൾ ഉപയോഗിക്കും. ഇല കഴിക്കാൻ ഉപയോഗിക്കുന്നില്ലെങ്കിലും സദ്യ വിളമ്പാനൊക്കെ ഇനി ഇല എവിടെയെങ്കിലുമൊക്കെ ഉപ്പേരി വെച്ച് കഴിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ അതിനും സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും പഴം നമ്മൾ ഉപയോഗിക്കും. അതുപോലെ അതിന്റെ തണ്ടിൽ ഉണ്ണിക്കാമ്പ്, വാഴക്കാമ്പ് എന്നൊക്കെ പറയും. ഉണ്ണിക്കാമ്പ് എന്നും പറയാറുണ്ട്. അതിന്റെ പൂവ്, വാഴക്കൂമ്പ് അല്ലെങ്കിൽ വാഴപ്പൂവ് എന്നൊക്കെ പറയും. അതും നമ്മൾ കഴിക്കും. അപ്പൊ ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത നോട്ട് ഇതാണ്, സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾ നാം ആഹരിക്കുന്നു അല്ലെങ്കിൽ ആഹാരത്തിനായി ഉപയോഗിക്കുന്നു.
ഓരോ സസ്യത്തിലും ഭക്ഷ്യയോഗ്യമായ ഭാഗം വ്യത്യസ്തമാണ്. നമ്മളിപ്പോ കണ്ടല്ലേ, ഓരോ സസ്യത്തിലും നമ്മൾ പല പല ഭാഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ചില സസ്യങ്ങളുടെ ഒന്നിൽ കൂടുതൽ ഭാഗം നാം ആഹാരമാക്കുന്നു. വാഴ, എക്സാമ്പിളായിട്ട് നമുക്ക് വാഴ പറയാം. We use different parts of plants to eat. Each plant's edible parts are different. Edible എന്ന് പറഞ്ഞാൽ കഴിക്കാൻ കഴിയുന്നത്. Some plants have more than one part which can be eat. Okay, clear ആണല്ലോ. ഇനി ആഹാരമായി ഉപയോഗിക്കുന്നവ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വർക്ക്ഷീറ്റ്. യൂസ് ഫോർ ഫുഡ്. ഇലകള് ചീരയും മുരിങ്ങയും ചേനയിലയും തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ഇലകളാണ് നമ്മൾ കഴിക്കാൻ നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ്. ഇതിലും കൂടുതൽ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിലില്ലാത്തത് നിങ്ങൾക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് തരാം. മല്ലിച്ചെപ്പ്, കറിവേപ്പ്, പുതിന, ലെറ്റ്യൂസ്, കാബേജ്, ചേമ്പില, തഴുതാമ, ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഇലകളാണ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് സ്പിനാച്ച്, മുരിങ്ങ, യാം ലീവ്സ്, കൊറിയാണ്ടർ ലീവ്സ്, കറി ലീവ്സ്, മിന്റ്, ലെറ്റ്യൂസ്, കാബേജ്, ടാരോ ലീവ്സ്, ഇലകൾ ലീവ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കായ, ഫ്രൂട്ട്. എന്തൊക്കെ ഫ്രൂട്ടാ? ഫ്രൂട്ട് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മളെ പഴങ്ങൾ മാത്രമല്ല കേട്ടോ. ഈ ആപ്പിള് മുന്തിരി മാത്രമല്ല ഫ്രൂട്ട്. കായക്ക് ഫ്രൂട്ട് എന്ന് തന്നെയാണ് പറയാം. വെണ്ട, വഴുതന, മത്തൻ, മുരിങ്ങക്കായ, വെള്ളരി, ആപ്പിൾ, തക്കാളി, മുളക്, പപ്പായ, പാവൽ, പടവലം. ലേഡീസ് ഫിംഗർ, ബ്രിഞ്ചൽ, പംകിൻ. ഡ്രംസ്റ്റിക്, കുക്കമ്പർ, ആപ്പിൾ, ടൊമാറ്റോ, ചില്ലി, പപ്പായ, ബിറ്റർ ഗാർഡ്, സ്നേക്ക് ഗാർഡ്. ഓക്കെ, കായയും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ നോക്കാം. നെക്സ്റ്റ് വേരുകൾ, റൂട്ട്സ്. റൂട്ട് എന്തൊക്കെയാ? ക്യാരറ്റ്, മരച്ചീനി അഥവാ കപ്പ, ഇനി പൂള എന്നും പറയാം. അടുത്തത് മധുരക്കിഴങ്ങ്. പിന്നെയോ മുള്ളങ്കി, ബീട്രൂട്ട്, വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി. അപ്പൊ ഇഞ്ചി നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം വേരുകളിലും ഇഞ്ചി പറയുന്നുണ്ട്, കാണ്ഡത്തിലും ഇഞ്ചി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ രണ്ടിലും എഴുതാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത് ഇംഗ്ലീഷിൽ കൂടി നോക്കാം. ക്യാരറ്റ്, ടാപ്പിയോക്ക, സ്വീറ്റ് പൊട്ടറ്റോ, റാഡിഷ്, ബീട്രൂട്ട്, ഗാർലിക്, ഒനിയൻ, ജിഞ്ചർ. അടുത്തത് കാണ്ഡം, സ്റ്റെമ്മാണ്. ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, ഇഞ്ചി. കരിമ്പ്, മുള, ബ്രൊക്കോളി, വാഴക്കാമ്പ്. മുള നമ്മളങ്ങനെ പ്രത്യേകിച്ച് കഴിക്കാറില്ല, എന്നാലും നമ്മുടെ പാണ്ടകളുടെ ഒക്കെ പ്രധാന ഭക്ഷണമാണ്. പിന്നെ നമ്മൾ മനുഷ്യർ കഴിക്കുന്ന രീതിയിലുള്ള ഇളം മുളകളും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നമുക്ക് ഇംഗ്ലീഷിൽ കൂടി നോക്കാം. പൊട്ടറ്റോ, യാം, ടോറോ. ഷുഗർ കെയിൻ, ബാംബു, ബ്രൊക്കോളി, ബനാന ട്രീ സ്റ്റെം. ഓക്കെ, നെക്സ്റ്റ് പൂവ്. മുരിങ്ങ പൂവ്, കോളിഫ്ലവർ, ചേനപ്പൂവ്, ഇതൊക്കെ കഴിക്കും. അതുപോലെ തന്നെ എന്തൊക്കെ കഴിക്കും? മത്തൻ പൂവ്, സൂര്യകാന്തി നമ്മളുടെ നാട്ടിൽ അങ്ങനെ കഴിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പല സ്ഥലത്തും അത് നേരിട്ട് അങ്ങനെ കഴിക്കുകയല്ല, അല്ലാതെ പലതിലും യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊക്കെയുണ്ട് ഇൻഗ്രീഡിയന്റ് ആയിട്ട്. പിന്നെ വാഴക്കൂമ്പ്, നമ്മുടെ വാഴപ്പൂവില്ലേ അത്. ഉള്ളിച്ചീരയുടെ മുകളിലൊരു പൂ പോലത്തെ ഭാഗമൊക്കെ വരുന്നുണ്ട്, അതൊക്കെ കഴിക്കും. ഓക്കെ, നെക്സ്റ്റ് മൊരിങ്ങ ഫ്ലവർ, കോളിഫ്ലവർ, യാം ഫ്ലവർ, പംകിൻ ഫ്ലവർ, സൺഫ്ലവർ, ബനാന ബ്ലോസംസ് ഒരുമിച്ചിട്ടാട്ടോ. ബനാന ബ്ലോസംസ്, ഒനിയൻ സ്പ്രിംഗ്. അടുത്തത് വിത്തുകളാണ്. വിത്തുകൾ ഒരുപാടുണ്ട് നമുക്കറിയാം അല്ലെ. പയറ്, ചെറുപയറ്, കടലപ്പരിപ്പ്, അതുപോലെ അണ്ടിപ്പരിപ്പ്, ബദാം, ബീൻസ്, നിലക്കടല, സോയാബീൻ. ഇനിയും നോക്കിയാൽ ഒരുപാട് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് തരണം. ഇംഗ്ലീഷിൽ നോക്കാം. പയറ് പീ ആണ്, ചെറുപയറിന് മങ്ക് ബീൻ എന്ന് പറയും, കടലപ്പരിപ്പിന് ചിക്ക് പീ എന്ന് പറയും. അടുത്തത് കാഷ്യൂ, ബദാം, ബീൻസ്, പീനട്ട്, സോയാബീൻ. ഓക്കെ, അതിനുശേഷം നമ്മള് സുഗന്ധ വ്യഞ്ജനങ്ങൾ കണ്ടിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ കുറെ എക്സാമ്പിൾസ്, ടെർമറിക്, മഞ്ഞൾ, കാർഡമോൺ, ഏലക്ക, അങ്ങനെ കുറെ എക്സാമ്പിൾസ്. മിന്റ്, പുതിന, ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ടീച്ചർ ആ ഒരു ചിത്രമായിട്ട് തന്നെ കാണിച്ചത്. അപ്പൊ മുഴുവൻ ഞാൻ ഇതിൽ വെച്ചിട്ടില്ല. കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ സ്വന്തമായിട്ട് എഴുതാൻ കഴിയുകയാണെങ്കിൽ സ്വന്തമായിട്ട് എഴുതുക, അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചാൽ എല്ലാം നിങ്ങൾക്ക് കിട്ടും. അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോയിൽ കൃത്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലൊന്നും പരതിയാൽ തന്നെ ഒരുപാടെണ്ണം കിട്ടും. അടുത്തത് നമ്മളെ മെഡിസിനൽ പ്ലാന്റ്സ്. തുളസി, കുറുന്തോട്ടി, ഇതൊക്കെ മെഡിസിനൽ പ്ലാന്റ്സ്. അപ്പൊ മെഡിസിനൽ പ്ലാന്റ്സ് ഈ ടച്ച് മീ നോട്ട് എന്ന് പറയുന്നത് തൊട്ടാവാടിയാണ് കേട്ടോ. തൊട്ടാവാടിക്ക് ഷൈ പ്ലാന്റ് എന്നും പേരുണ്ട്. പിന്നെ
അങ്ങനത്തെ കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. അപ്പൊ ഇത് ഞാൻ ഇപ്പൊ ഇവിടെ ഫുൾ ആക്കുന്നില്ല, കാരണം നമുക്കൊരു വർക്കും കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ തെച്ചി, ചെമ്പരത്തി അങ്ങനെയുള്ള കുറെ എണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗാർഡൻസിൽ പൂന്തോട്ടത്തിൽ അലങ്കാരത്തിന് വേണ്ടി വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഗാർഡൻസിന്റെ പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വി മേക്ക് യൂസ് ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ് ആസ് സ്പൈസസ്, മെഡിസിൻസ് ആൻഡ് ഫോർ ഓർണമെന്റൽ പർപ്പസസ്. സസ്യങ്ങളെ ആഹാരത്തിനായും ഔഷധത്തിനായും അലങ്കാരത്തിനായും നാം ഉപയോഗിക്കുന്നു. അടുത്ത പോയിന്റ് നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്. എന്നിട്ടാണ് നമുക്കിനി ഒരു പട്ടിക ഫില്ലാക്കാനുള്ളത്. എന്തൊക്കെ സസ്യങ്ങളുടെ ഉപയോഗങ്ങൾ, ആഹാരത്തിന് വേണ്ടി, ഔഷധത്തിന് വേണ്ടി, അലങ്കാരത്തിന് വേണ്ടി. പിന്നെ സ്പൈസസ്, സുഗന്ധവ്യഞ്ജനങ്ങളായി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പട്ടിക കൂടി ചെയ്യാം. അപ്പൊ സുഗന്ധവ്യഞ്ജനങ്ങളിൽ എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ചെണ്ണം നമ്മുടെ വീഡിയോയിലുണ്ട്, ബാക്കിയും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടൊന്ന് ഫില്ല് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പട്ടിക അത് പൂർത്തിയാക്കണം. ഒന്നെങ്കിൽ പട്ടിക ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ സൈഡ് എൻഡിങ് കൊടുത്തിട്ട് പോയിന്റ് ആയിട്ട് എഴുതാം. അപ്പൊ ഈ ഒരു പോയിന്റ് എഴുതിയതിനു ശേഷമാണ് നിങ്ങൾ ഈ ഒരു പട്ടിക എഴുതേണ്ടത്. അപ്പൊ ആഹാരത്തിന് വേണ്ടി നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞ കുറെ എണ്ണം ഉണ്ടല്ലോ, ഈ ഒരു റൂട്ട് ഉപയോഗിക്കുന്നത്, സ്റ്റെം ഉപയോഗിക്കുന്നത് പറഞ്ഞ കുറെ പറഞ്ഞില്ല. അതൊക്കെ എന്തെങ്കിലും എഴുതാം, ആഹാരത്തിന് വേണ്ടിയിട്ടുള്ളതിൽ എഴുതാം. അത് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇനി ഔഷധത്തിന് വേണ്ടി അത് നമുക്ക് നോക്കാം. ഫോർ ഫുഡ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ വെച്ചിട്ട് എഴുതുക. ഇനി ഫോർ മെഡിസിൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തുളസി, പനിക്കൂർക്ക, ലെമൺ ബാം, തൊട്ടാവാടി, ഷെയിം പ്ലാന്റ് അല്ലെങ്കിൽ ടച്ച് മീ നോട്ട്, കുറുന്തോട്ടി, ആരോ ലീഫ്, വേപ്പ്, നീം, പുതിന, മിന്റ്, തെച്ചി, ജംഗിൾ, ജെറാനിയം. ഇനി ഓർണമെന്റൽ പർപ്പസ്, അലങ്കാരത്തിനാണ്. തെച്ചി, റോസ്, മുല്ല, ഓർക്കിഡ്, ചെമ്പരത്തി, ഓടപ്പൂവ്, 4 മണി, ആന്തൂറിയം. ജംഗിൾ, ജെറേനിയം, റോസ്, ജാസ്മിൻ, ഓർക്കിഡ്, ഹിബിസ്കസ്, കൊളംബൈൻ, ഫ്ലവർ, 4 o'clock ഫ്ലവർ, ലേസ് ലീഫ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് നീണ്ടു പോയിട്ടുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റിയലി സോറി, എനിക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റിയില്ല. ഒരുപാട് കൂട്ടുകാരൻ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഞാൻ ഹായ് പറയുന്നതായിരിക്കും. അപ്പൊ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷനും കമന്റ്സിനും വേണ്ടി ഞാൻ കാഴ്ചയിരിക്കും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത നാളത്തെ ടൈം ടേബിൾ ഉടനെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നാളത്തെ ക്ലാസ്സിന് വേണ്ടി റെഡി ആയിട്ടിരിക്കാം.